ഒരു നമ്മുടെ ഈ ധ്യാനത്തിന്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ ഗ്രൂപ്പാണ്. അതുപോലെ നിങ്ങൾ ഇത്രയും ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നു. അതുപോലെ ഈ ധ്യാനത്തിന്റെ അവസാനത്തെ ഗ്രൂപ്പിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നടത്തിയോ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കി. വളരെ 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 ശക്തമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മൾ പഠിച്ചതെന്ന് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ രാജാതിരാജൻ നമ്മളിലേക്ക് ഇറങ്ങി വന്നു, ഇല്ലേ? നമ്മുടെ ഉള്ളിൽ വന്നോ? അതാരാ? ഒരു പുരോഹിതനാണ് ആദ്യം. അപ്പൊ ഈശോ ആദ്യം പുരോഹിതനായി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, രക്ഷകനായി നമ്മളെ രക്ഷിക്കുന്നു, മിശിഹായായി നമ്മളെ അഭിഷേകം ചെയ്യുന്നു, കർത്താവായി നമ്മളെ പരിപാലിക്കുന്നു. അപ്പൊ 3, 6, 1, 7. എന്താണ് ആദ്യത്തെ 3? രക്ഷകൻ, മിശിഹ, കർത്താവ്. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. അതോടൊപ്പം നമ്മുടെ സഹോദരൻ. അപ്പോൾ ഇത്രയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? ഈശോയെ എന്നിലേക്ക് ആ അഭിഷേകം മുഴുവൻ ഒഴുക്കണേ. ഭാഷണമില്ല. ഓക്കെ, വേണ്ട. അപ്പോൾ സങ്കീർത്തനം പാടിയാൽ ഇപ്പം ഞാൻ അങ്ങ് പോകും സങ്കീർത്തനത്തിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഭാഷാവരത്തെക്കുറിച്ച് ഇപ്പോൾ കറക്റ്റ് മനസ്സിലായല്ലോ? സംശയമെല്ലാം തീർന്നല്ലോ? ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭാഷാവരത്തിൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ആത്മാവ് മനസ്സിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു, ഭാഷാവരത്തിൽ പാടുന്നു, ഭാഷാവരത്തിൽ ആരാധിക്കുന്നു, ഭാഷാവരത്തിൽ നന്ദി പറയുന്നു, ഭാഷാവരത്തിൽ സംസാരിക്കുന്നു, സ്പീക്കിംഗ് ഇൻ ടങ്. അത് വളരെ വ്യത്യാസമുള്ളതാണെന്നും അതിനെ എന്താണ് അതിൻ്റെ ഇൻ്റർപ്രഷൻ എന്നുള്ളതും ശരിക്ക് ഡെമോൺസ്ട്രേഷൻ സഹിതം മനസ്സിലായില്ലേ? ഇതെല്ലാം ഇനി നമ്മളിവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഈ വരദാനങ്ങളെക്കുറിച്ച് ഇനിയും പഠിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഓരോ ധ്യാനത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് ഓരോ മാതിരിയാണ്. ഇപ്പം ഇവിടെ നയിച്ചത് പണ്ടേ മുതൽ നമ്മൾ പ്രാർത്ഥിച്ചതും പ്രവചനപരത്തിന് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ്. കുറെയെല്ലാം ആയി, ഇനി പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ പ്രവചിക്കണം. ശൗലും പ്രവാചകനോ? കേട്ടോ? ആദ്യം തന്നെ അതായിരുന്നു അവിടുത്തെ ഒരു റൂമർ, ശൗലും പ്രവാചകൻ. അപ്പോൾ പുതിയ നിയമത്തിൽ ജ്ഞാനസ്നാനത്തിലൂടെ ഈ യേശുവിൻ്റെ തന്നെ പ്രവാചക ചൈതന്യം നിറഞ്ഞ നമ്മൾ എല്ലാവരിലും പ്രവാചക വരം ഉണ്ട് എന്ന് അടിസ്ഥാനമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവചിക്കാൻ പരിശ്രമിക്കണം. പ്രവചന വരത്തെ പ്രാക്ടീസ് ചെയ്യണം. നമ്പർ 1. രണ്ടാമത്, മറ്റു വരദാനങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ കൃത്യമായിട്ട് പറയുന്നത്, ഓരോ വിശ്വാസിക്കും എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ഉള്ള, ഇന്നലെ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കറിയില്ല നമ്മുടെ അകത്ത് എന്ത് പിശാചാണ്. ഏറ്റവും ആദ്യത്തെ പിശാച് എന്താണ്? നമ്മുടെ മാനുഷിക ചിന്തകൾ.
നമ്മുടെ എന്താണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എന്താണ് അതിന് പറയാൻ മലയാളത്തിൽ, അപകർഷതാബോധം. സാത്താനെ എൻ്റെ പുറകെ പോവുക, നിന്റെ ചിന്ത. ഇത് കണ്ടുപിടിച്ചത് വലിയൊരു കാര്യമുണ്ടോ, ഇത് കണ്ടുപിടിച്ചത്. ആ ധ്യാനത്തിൽ എല്ലാവരും അത്ഭുതം, ഇതൊരു പിശാചാണെന്ന് എങ്ങനെ മനസ്സിലായി? കൃത്യമായിട്ട് ഈശോ പറയല്ലേ, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല, നീ എനിക്ക് പ്രതിബന്ധമാണ്. പിശാചെന്ന് പറഞ്ഞാൽ അതാണ്ട് കൊമ്പും പോലും വെച്ചുകൊണ്ട് വരുന്ന ആളൊന്നും അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ മാനുഷിക ചിന്തയാണ്. ഇതിനെ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചേ ശരിയാവും. അങ്ങനെ നമ്മൾ വളരണമെങ്കിൽ നമ്മളിലുള്ള ദൈവിക ചിന്ത ഉയർന്ന് എല്ലാ ദിവസവും അതിനൊരു വെല്ലുവിളി ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരും. നമ്മൾക്ക് തന്നെ തോന്നുന്നത് ഞാൻ പ്രാർത്ഥിച്ചാൽ മാറുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണോ. അപ്പം അവിടെ എല്ലാം നമ്മൾ ഈ രണ്ട് ചിന്തകൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലാണ് എല്ലാ ദിവസവും. അതുകൊണ്ടാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കണം. അബോധ മനസ്സ് ഇന്ദ്രിയങ്ങളെ എല്ലാം വിശുദ്ധീകരിച്ച് കഴിഞ്ഞ് ആത്മാവിനാൽ നിറയണം. ആത്മാവിൻ്റെ സ്നേഹം, ശാന്തി, ആനന്ദം, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി, വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനത്തിന് വേണ്ടിയെല്ലാം. അങ്ങനെ ആ ദൈവിക സ്നേഹം നമ്മളിലേക്ക് ഒഴുകണം, ദൈവിക ജ്ഞാനം ഒഴുകണം. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ഈ നിലത്ത് നിന്ന് മുകളിലേക്ക് കഴുകൻ വന്ന് പൊക്കിക്കൊണ്ടുപോകും. നമ്മുടെ മാനുഷികതയെ കംപ്ലീറ്റ് ഡെഡ് ആകുമ്പോഴേ കഴുകൻ വരുള്ളൂ, കഴുകൻ പൊക്കുള്ളൂ. അതാണ് കഴുകൻ്റെ പ്രത്യേകത. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോ, കഴുകൻ ഈ മൃഗങ്ങളെ പൊക്കണത്. അപ്പം ആ കഴുകൻ അടുത്ത് വന്നൊരു മരത്തുമ്പ് ഇരിക്കും. ഒരു മൃഗൻ ചാകാൻ പോവുകയാണ്, എന്നിട്ട് അവിടെ ഇരിക്കും. കുറേ നേരം കഴിഞ്ഞ് ഈ മൃഗം, അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ആ മൃഗം അവസാന ശ്വാസം വലിച്ചു കഴിഞ്ഞ് ടപ്പെന്നിങ്ങനെ തല ചെരിയുമ്പോൾ ഉടനെ കഴുകൻ വന്ന് അതിങ്ങനെ എവിടുന്ന് അത് കണ്ടുപിടിക്കണമെന്ന് അറിഞ്ഞൂടാ, ഒരെണ്ണം ചാവാൻ പോയിട്ട് കഴുകൻ വന്ന് പശു ആകാം, വലിയ മൃഗം ഇതിനെ പൊക്കി ഒന്ന് കൊണ്ടുപോകും. അത് പ്രതീകാത്മകമായിട്ട് ഉയർപ്പിൻ്റെ ശക്തി നമ്മളെ പൊക്കണമെങ്കിൽ നമ്മുടെ മാനുഷിക ശക്തിയെ ഡെഡാകുക എന്നുള്ളതാണ്. അപ്പം നമ്മളിലുള്ള അഭിഷേകത്തിൻ്റെ അതാണ് ആ 100 അഡോറേഷൻ സെന്റർ. ഇത് കർത്താവ് ആരോട് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കണം, ന്യൂസ് തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞത് ആരോട് പറയേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ പോയിട്ടുണ്ട്. വിശുദ്ധ ഈഡസ്റ്റൈൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നമ്മളറിയാം ഒരുപാട് കാര്യങ്ങൾ സഭയിലും ലോകത്തിലും നടന്നിരിക്കുന്നത് വളരെ അറിയപ്പെടാത്ത ആളുകളിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതൊരു അഭിഷേകമാണ്. നമ്മളെല്ലാം ഇങ്ങനെ ഉടനെ ന്യൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ. ഒരിക്കൽ എല്ലാവരും പറഞ്ഞു വെബ്സൈറ്റ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളും കവർ ചെയ്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ ആൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വേറൊരു ഡയസിസിലെ വിക്കർ ജനറൽ പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, അതുകൊണ്ട് ബദറിൻ്റെ വേണ്ടി ഉണ്ടാക്കിയ വെബ്സൈറ്റ് ഞാൻ ആ അച്ഛനൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു കൊടുത്തപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ താടിക്ക് കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്താ അച്ഛൻ? അല്ല, ഈ തോമസ് പോൾ ബദർ ഒരാളിലൂടെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇതൊരു വലിയ ഡയസിസ് പോലും ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, എന്നാൽ ആ വെബ്സൈറ്റ് സ്റ്റോപ്പ് ചെയ്യാം, വേണ്ട.
അങ്ങനെ എനിക്ക് വെബ്സൈറ്റ് ഇല്ല. മനസ്സിലായിട്ടുണ്ടോ? നമ്മളിതെല്ലാം എല്ലാവരെയും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി തന്നെ ആദ്യം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് പ്രവചനം വന്നിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ വന്നു. ഓക്കെ, സമയം നീട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരിലും ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ആ വ്യക്തിക്ക് വേണ്ടി സന്ദേശമെടുക്കണം. അത് ആ വ്യക്തിയോട് പ്രഘോഷിക്കണം, പ്രവചിക്കണം. ആ വ്യക്തിയിലുള്ള പ്രവാചക ചൈതന്യങ്ങളെ ഉണർത്തണം. അപ്പൊ രണ്ടുപരമാണ്. ഒന്ന്, നിങ്ങളിലുള്ള വരദാനങ്ങൾ പുറത്തു വരും. അതോടൊപ്പം എല്ലാവർക്കും വേണ്ടി രോഗശാന്തി, എന്തെങ്കിലും രോഗങ്ങൾ അവരിലുണ്ടെങ്കിൽ അത് സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ മർക്കോസ് 16, 17, 18 പറഞ്ഞത്. അവരിലുള്ള പൈശാചികത എന്ന് പറഞ്ഞാൽ അവരിലുള്ള മാനുഷിക ചിന്തകളെ നിർവീര്യമാക്കണം, അവരിലുള്ള രോഗശാന്തി ഉണ്ടാവണം, അവരിലുള്ള വരങ്ങളെ കുറിച്ച് പ്രവചിക്കണം. റെഡി? ഓക്കെ, ഇത് ഇപ്പൊ നിർത്താൻ പോവുകയാണ്. അത് ഓഫ് ചെയ്തോളൂ. ഒരു കസേര എടുത്ത മനെ.